പഞ്ചായത്ത് അംഗം രാജ കൂടി നമുക്കുണ്ട്. ശ്രീ രാജ, ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഇനി ഗൗരവമായി പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ എല്ലാവരെയും താഴെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പം അതിന്റെ ഇറങ്ങി. ഇപ്പം അതിലുള്ള പണിക്കാരത്തി ഇറക്കി. ഇപ്പോ അവസാനം ഇറക്കി എല്ലാവരും ഇറങ്ങി. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതരാണോ? അതൊന്നും കുഴപ്പമില്ല, എല്ലാം ക്ലിയർ. അതൊക്കെ ഒന്നും പ്രോബ്ലം ഇല്ല. ഈ കാണുന്ന റോപ്പിലൂടെ തന്നെയാണോ എല്ലാവരെയും താഴേക്ക് ഇറക്കിയത്? ഇനി ആളുണ്ട്, മേലെ ആളുണ്ട്. ഇനിയും ആളുണ്ടോ? ആളുണ്ട്. അപ്പോൾ 4 പേരെ ഇറങ്ങിയേ ഉള്ളൂ. അപ്പോൾ പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാവരെയും സുരക്ഷിതമായി ഇതുവരെയും താഴെ ഇറക്കിയിട്ടില്ല? ഇല്ല, മേലെ ആളുണ്ട്. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞ എല്ലാവരെയും ഇറക്കിയെന്ന്. പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും ഇവിടെ ഉണ്ട്, നേതാക്കന്മാരെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഇതേ എന്നൊക്കെ ആയാലും ഇത്ര ഡേഞ്ചർ ഉള്ള ഇത് വന്ന് നമുക്ക് പെർമിഷൻ ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അപകടമാണ്. ഇതിങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. എന്തെങ്കിലും ഒരു അപകടം ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്നാ ചെയ്യും? ആരും ഉത്തരവാദിത്തം പറയും? അല്ല, പിന്നീട് പരിശോധിക്കും എന്ന നിലപാടായിരിക്കുമല്ലോ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണ്. ഇനി പഞ്ചായത്ത് അവർ ഇപ്പൊ അതിനകത്തിരുന്ന് ഊരിപ്പോകാനുള്ള കാര്യം എല്ലാം പറയും. പക്ഷെ ഇവർ ചെയ്തത് ശരിയാണോ? ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ഒരു പേപ്പർ ഒന്നുമില്ല. അല്ല, അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, ഈ സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാർ സംവിധാനം, അതിന്റെ അനുമതി മതി, പഞ്ചായത്ത് അറിയേണ്ട കാര്യമില്ല എന്നാണ് പ്രസിഡന്റ് പോലും പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് പഠിക്കണം. അത് അങ്ങനെയല്ല. അതിന്റെ പെർമിഷൻ പഞ്ചായത്ത് തന്നെ മേടിക്കണം. ഒരു റോപ്പ് ലൈൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എങ്ങനെയാ പഞ്ചായത്ത് പെർമിഷൻ കൊടുക്കുന്നത്? അതുപോലെയല്ല ഇതും. അല്ല, ഈ റോപ്പ് ലൈൻ, അഡ്വഞ്ചർ റോപ്പ് ലൈൻ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. അതിന് പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടോ? അത് പഞ്ചായത്ത് അനുമതിയോടുകൂടിയാണോ? അതോ? അതെ, പഞ്ചായത്ത് പെർമിഷൻ വേണമല്ലോ, പഞ്ചായത്തിന്റെ അനുമതി വേണമല്ലോ. പഞ്ചായത്തിന്റെ അനുമതി വേണം, അതിന്റെ കത്ത് വേണം. കത്തില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ടൂറിസത്തിന്റെ ഇതിൽ പോയാലും പഞ്ചായത്തിന്റെ കത്ത് വേണം, കമ്മിറ്റി തീരുമാനവും വേണം. ഇപ്പോൾ നിരവധി വിനോദസഞ്ചാര മേഖലയിൽ വൈവിധ്യവൽക്കരണം നടക്കുന്ന സമയമാണ്. അത് നമ്മൾ ഇകഴ്ത്തിക്കാട്ടുകയില്ല, നമ്മളെല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്നായി നമ്മുടെ മനോഹരമായ കാഴ്ച മാറണം, നമ്മുടെ മനോഹാരിതയേറിയ ആതിഥേയത്വ മര്യാദ മാറണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പൊതുവികാരം. അല്ലാതെ നമ്മുടെ ടൂറിസം സ്പോട്ടുകളെ എഴുത്തിക്കാട്ടുക എന്നുള്ളതല്ലോ. പക്ഷേ ഇപ്പോൾ ഹോംസ്റ്റേകൾ പലയിടത്തും ഉണ്ടാകുന്നു, അവിടെ പല അപകടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഹട്ടുകൾ പലയിടത്തും ഉണ്ടാകുന്നു, ആന ചവിട്ടി മരണം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റോപ്പ് വേ പലയിടത്തും വരുന്നു. അതിന്റെ സുരക്ഷ ശരിയാണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ സമാനമായി മറ്റൊന്നുകൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ അതേ ഗൗരവത്തിലല്ലേ ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. അതേന്ന് നമുക്ക് ടൂറിസം നമുക്ക് ആവശ്യമാണ്. സർക്കാരിന് വരുമാനം വേണം. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാർക്കൊന്ന് സുരക്ഷയെ വേണ്ടേ? അത് സുരക്ഷ ചെയ്തു കൊണ്ടുവേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇവർക്ക് ആർക്ക് ഉത്തരവാദിത്വം പറയും? ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്? ഇനി അവിടുത്തെ കാര്യങ്ങളിലേക്ക് കൂടി വന്നാൽ 1:30 ഇവർ മുകളിലേക്ക് പോയാൽ ഇതെങ്ങനെയാണ്? ഭക്ഷണം രണ്ടാമതെത്തിക്കുകയാണോ അതോ ആദ്യം തന്നെ ഇവരെ ഉയർത്തി മുകളിലേക്ക് വിടുമ്പോൾ ഭക്ഷണം ഉൾപ്പെടെ നിറച്ചാണോ? അങ്ങനെയാണോ മുകളിലേക്ക് വിടുക? ഭക്ഷണം ഉൾപ്പെടെയാണ് ഇവർ മേലിലേക്ക് പോകുന്നത്. മേലിലേക്ക് പോയിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം താളെ ഇറക്കും. 6 മണിക്കൂർ എങ്ങോട്ടോ സമയമുണ്ട് ഇവരുടെ. എത്ര സമയമുണ്ട്? 6 മണിക്കൂർ. അരമണിക്കൂർ. അതാണ് ഇവർ 3-3.5 മണിക്കൂർ ജീവൻ നഷ്ടപ്പെടുമോ എന്ന പേടിയിൽ അവിടെ ഇരിക്കേണ്ടി വന്നു. ഇപ്പൊ 3.5 മണിക്കൂർ ശേഷമാണ് ഇവർ മൊത്തത്തിൽ ഇപ്പൊ ഇറക്കിയത്. ഇപ്പൊ ഇനി മേലെ ആളുണ്ട്, ഇതുവരെ അവരെ ഇറക്കിയിട്ടില്ല. അല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് എല്ലാവരും ഇറക്കിയെന്ന്. അപ്പൊ അത് വെറുതെ പറഞ്ഞാണ്. പ്രശ്നം അത്ര ഗൗരവത്തിൽ ആരും കാണേണ്ടതില്ല എന്നതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിലപാടെന്ന് തോന്നുന്നു. ഇല്ല, നിങ്ങൾ മീഡിയയിൽ കാണുമ്പോ അറിയാം, മേലിൽ ആളുണ്ട്. ഈ വിനോദസഞ്ചാരികൾ മുകളിലേക്ക് പോകുമ്പോൾ കൂടെ ഇതിന്റെ സ്റ്റാഫും ഉണ്ടാകുമോ? അങ്ങനെയാണോ? ഇല്ല, ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു. ആ സ്റ്റാഫിനെ താഴെ ഇറക്കി. വേറെ സ്റ്റാഫ് ആരും ഇല്ല. ഫയർ സർവീസുകാർ മാത്രം, ഒരാൾ മാത്രമാണ് മേലേക്ക് പോകാൻ പറ്റുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് സാധാരണ നിലയിൽ ഈ മുകളിലേക്ക് ആളിനെ കൊണ്ടുപോകുമ്പോൾ, ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോകുമ്പോൾ, സ്കൈ ഡൈനിങ് എന്ന പേരിൽ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ സ്റ്റാഫ് ഉണ്ടാകുമോ? ഒരു സ്റ്റാഫ് കൂടെ ഉണ്ടാകും? ഒരു സ്റ്റാഫ് മാത്രം അതിനകത്ത് ഡൈനിങ്ങിന് കാണും. മേലിൽ പോയാലും അവർ മാത്രമേ ഉള്ളൂ. അതിന്റെ കൂട്ടത്തിൽ വേറെ ആരുമില്ല. അതൊരു ലേഡിയായിരുന്നു, അവർ താഴെ ഇറക്കുകയും ചെയ്തു. ഇവർ അപകടത്തിൽപ്പെട്ടു എന്ന വിവരം എപ്പോഴാണ് പുറത്തറിഞ്ഞത്? എത്ര സമയം കൊണ്ടാണ് ഫയർഫോഴ്സ് എത്തിയത്? എത്ര സമയം കഴിഞ്ഞ് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിയും? 1 മണിക്ക് എങ്ങാടാണ് ഇത് അറിഞ്ഞത്. ഫയർഫോഴ്സ് വന്ന് 1:45 മണിക്കാണ് ഇവിടെ വന്നത്. ആംബുലൻസ് എല്ലാം വന്നത് 1:45 മണിക്കാണ്. അത് വന്നിട്ട് ഇത്ര സമയം 5 മണിയാകുമ്പോൾ പോവാൻ 4 പേർ മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. ഈ ഫയർഫോഴ്സ് വന്നതിന് ശേഷം ഏറെ ശ്രമകരമായൊരു ദൗത്യമാണ് ഇവിടെ ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആത്മാർത്ഥയെ നമ്മൾ എല്ലായിടത്തും പ്രശംസിക്കുന്നതാണ്. അത്രമേൽ അപകടകരമായ ഇങ്ങനൊരു
രക്ഷാദൗത്യം അവരോട് നടത്തിയത് എന്ന ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഒരു കമാൻഡോ ഓപ്പറേഷൻ പോലെയൊക്കെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുക. അത് പുറമേ നിന്ന് കാണുമ്പോൾ വളരെ എളുപ്പമായി തോന്നാമെങ്കിലും അത്രമേൽ മനുഷ്യാധ്വാനം ആവശ്യമായിട്ടുള്ള, ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള ഒരു വലിയ ജോലിയാണ് ഇവരെ താഴെ ഇറക്കുക എന്നൊക്കെ പറയുന്നത്. മുകളിലേക്ക് ഒരാൾ പോയി പിന്നീട് റോപ്പ് ഉപയോഗിച്ച് അത് വളരെ ബന്ധിച്ച് സുരക്ഷ ഉറപ്പാക്കി താഴേക്ക് ഇറക്കുക എന്ന് പറയുന്നതൊക്കെ മനുഷ്യസാധ്യം എന്നതിനപ്പുറത്തുള്ള ചില കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ ഈ ഫയർഫോഴ്സ് വന്നതിന് ശേഷം എത്ര സമയമെടുത്തു ആദ്യം കുഞ്ഞിനെ താഴേക്ക് ഇറക്കാൻ? ആദ്യം കുഞ്ഞിനെയല്ലേ താഴേക്ക് ഇറക്കിയത്? കുഞ്ഞിനെയാണ് താഴത്തേക്ക് ഇറക്കിയത്. പക്ഷേ നമുക്ക് ഈ സംവിധാനം പോരാ. ഇപ്പം വേറെ എന്തെങ്കിലും ഒരു സംഭവം വന്ന് ഈ 3 മണിക്കൂർ 4 മണിക്കൂർ വന്ന് താമസിച്ചാൽ നമ്മുടെ ജീവൻ പോവില്ലേ? ഇതിപ്പോ ഇങ്ങനെയായി. ബാക്കിയുള്ളത് ഒന്നാമത് മൂന്നാറില് മണ്ണിടിച്ചല് അങ്ങനെ പല അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്ക് താമസിച്ചു പോയ ഇതുപോലെ 3 മണിക്കൂർ 4 മണിക്കൂർ എടുത്താൽ നമ്മുടെ ജീവന് എന്നാ ഉത്തരവാദിത്തമുള്ളത്? ശരിയാണ്. ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്, ഉത്തരവാദിത്തം ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് വളരെ പ്രധാനം. അത്തരം ഒരു ഉത്തരവാദിത്തം അത് പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭാഗത്ത്, സുരക്ഷ ഒരുക്കേണ്ടവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന വലിയ സംശയം ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ പരമമായ യാഥാർത്ഥ്യമെന്ന് നമ്മൾ പലയിടത്തും ഇത്തരം പല കേസുകളിൽ കഴിഞ്ഞ 10-20-30 വർഷമായി കാണുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ, അത് മൂന്നാർ ഉൾപ്പെടെയുള്ള ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടുകൂടിയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കിടയിൽ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്തെങ്കിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ തുലവും തുച്ഛമായി കുറയുകയാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർക്കും തോന്നുമ്പോൾ വീണ്ടും തുടങ്ങാൻ കഴിയുന്ന ഒരു കണ്ടീഷനിലേക്ക് ആനച്ചാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് തോന്നുന്നത്. രാജ, ഈ ആനച്ചാലിൽ ടൂറിസം പർപ്പസിന്റെ പേരിൽ അനുമതിയില്ലാതെ നിർമ്മാണം വ്യാപകമായി തുടരുകയാണോ ഇപ്പോഴും? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയെന്ന വാർത്തയുടെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ 2 പ്രതികരണങ്ങൾ തേടിയത്, 3 പ്രതികരണങ്ങൾ തേടിയത്. അവിടെ നടക്കുന്ന എന്താണ് എന്ന കാര്യത്തിലൊരു ഏകദേശ രൂപം അത് കേൾക്കുന്ന, പ്രതികരണം കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വയനാട്ടിൽ ഏറെക്കുറെ സമാനമായ സാഹചര്യമുണ്ട്. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര ഹൈറേഞ്ച് മേഖലകളിൽ സാഹസിക വിനോദസഞ്ചാരം എന്ന പേരിലും മറ്റും സുരക്ഷയില്ലാതെ ഇത്തരം നിരവധി അപകടകരമായ സാഹചര്യങ്ങളിലെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. വിനോദസഞ്ചാരത്തിൻ്റെ പേരിലുള്ള ചില പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. അതിലൊന്നിലാണ് ഇപ്പോൾ അപകടകരമായൊരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഭാഗ്യത്തിന് ഗൗരവതരമായ അപകടമുണ്ടായില്ല. അവരെ എല്ലാവരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന ആശ്വാസകരമായ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്.